യേശു ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു ദൂത സംഘം ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അതിങ്ങനെയാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നാണ് പറഞ്ഞത്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്നവർക്ക് മാത്രമേ സമാധാനത്തോടെ ജീവിക്കുവാൻ ഈ ഭൂമിയിൽ കഴിയത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 4-ാം അധ്യായത്തിൽ ദൈവപ്രസാദം ലഭിച്ച വ്യക്തിയെയും ലഭിക്കാത്ത വ്യക്തിയെയും കാണാൻ പറ്റും. ഹാബേലിന് ദൈവത്തിന്റെ പ്രസാദം കിട്ടി, കായിന് ദൈവത്തിന്റെ പ്രസാദം കിട്ടിയില്ല. കായിന് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കാതെ വന്നപ്പോൾ കായിന്റെ ജീവിതം തന്നെ തകർന്നുപോയി. ഒന്ന്, തന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു, കോപിയായി, തന്റെ സഹോദരനെ കൊന്നുകളഞ്ഞു. അത് മാത്രമല്ല, ദൈവസന്നിധി വിട്ട് ഓടിപ്പോയി താൻ നോദ് എന്ന് പറയുന്ന ദേശത്ത് പോയി പാർത്തു. നോദിന്റെ അർത്ഥം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ദേശം എന്നാണ്. അവന്റെ ജീവിതം സമാധാനമില്ലാതായി മാറി. അപ്പോൾ ദൈവപ്രസാദം ലഭിച്ചെങ്കിൽ മാത്രമേ സമാധാനത്തോടെ നമുക്ക് ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. എങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്നത്? ആരിലാണ് യഹോവ പ്രസാദിക്കുന്നത്? ആരിലാണ് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്നത്? സങ്കീർത്തനം 147:10 ഇങ്ങനെ പറയുന്നു: തന്നെ ഭയപ്പെടുന്നവരിൽ, തന്റെ ദയയിൽ പ്രത്യാശ വെക്കുന്നവരിൽ യഹോവ പ്രസാദിക്കും. രണ്ടാമത്, വിശ്വാസമുള്ളവരെ ദൈവം പ്രസാദിക്കും. ഹാബേൽ വിശ്വാസത്താൽ ദൈവത്തിന് യാഗമർപ്പിച്ചു. അവന്റെ യാഗത്തെ ഹാബേലിനെ പ്രസാദിച്ചു. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അവരിൽ ദൈവിക പ്രസാദമുണ്ടാകും, അവന്റെ ജീവിതത്തിൽ സമാധാനവും ഉണ്ടാകും.